ഒന്ന് പറഞ്ഞ തുണി നോക്കി കാണിക്കൂ. ഞാൻ അത് കല്യാണം നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ ഉടനെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ പോയ കുറച്ച് ആൾക്കാരൊക്കെ വരട്ടെ. ഞാൻ കേരളത്തിലെ നമ്പർ 1 വേശിയാണ്. എനിക്ക് ആൾക്കാർ പക്ഷേ ഞങ്ങൾ റിലേഷൻ തുറന്ന് പറഞ്ഞ് ഞങ്ങൾ റിലേഷനായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷമായിട്ടുള്ളൂ. ഇവരുടെ കണ്ണ് ഈ ഡ്രസ്സ് ഒരു മോശമായിരിക്കും. ഇതുപോലെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ വേശിയാണ്. നല്ലതാക്കാനും ചീത്താക്കാനും അല്ലെങ്കിൽ ഒരാളെ ഉയർത്താനും താഴ്ത്തിവിടാനും ഒക്കെ പറ്റുന്നത് കാണുന്ന പ്രേക്ഷകർക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വേശി ഞാനാണ്. 29ാമത്തെ വയസ്സിലെ പേര് വേശിയായി. അങ്ങനെ കോൾ ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഒരു സപ്പോർട്ടും ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. താഴോട്ട് നോക്കിയ ഭൂമി, മേളിലോട്ട് നോക്കിയ ആകാശം. നിങ്ങളെ കണ്ട് ഞങ്ങളെ മക്കള് ഇൻഫ്ലുവൻസ് ആവും, അല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്താണെന്നാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. പൊതുവേ ആൾക്കാരുടെ ഒരു മൈൻഡ് ഉണ്ട്, നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് ആണ് പെണ്ണ് എന്ന് പറഞ്ഞ 2 പേര് മാത്രമേ പാടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരാൾ വരരുത്, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഒരാളില്ല. ഹായ്, നമസ്കാരം. ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു വിശിഷ്ടാതിഥിയാണ്. എന്നും കേരളക്കരയുടെ പ്രിയപ്പെട്ട ജാസി. നമസ്കാരം ജാസി. നമസ്കാരം. എന്തൊക്കെയുണ്ട് ജാസി വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എന്റെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങള് ഓൾറെഡി ശ്രീയും ഞാൻ നമ്മൾ ലാസ്റ്റ് മൂന്നാർ പോയ ഒരു പ്രൊമോഷൻ ഷൂട്ടിനാണ് ഫസ്റ്റ് ഓഫ് ഓൾ ലക്ഷ്മി ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇങ്ങനെ ഓൾറെഡി റീമേക്ക് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റേ അമരം സിനിമയുടെ മാധുരുടെ ഒക്കെ റീമേക്ക് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് പെട്ടെന്ന് ഞങ്ങൾ നല്ല കൂട്ടായി, ഫ്രണ്ട്സായി. ഞങ്ങൾ ഒരുമിച്ച് 2-3 കൊളാബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ഫംഗ്ഷനൊക്കെ ഒരുമിച്ച് കാണാറുണ്ട്. സന്തോഷമാണ്. ഇപ്പോൾ ഈ ഇന്റർവ്യൂ വന്നത് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇതുപോലെയാണ് ഞാനും. എനിക്ക് ജാസിയെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് UAE-ലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല നേരിട്ട്. ടിക്ടോക്കിൽ കൂടെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. UAE പിന്നെ കൂടുതൽ ടിക്ടോക്ക് ആണല്ലോ. അപ്പൊ ഞങ്ങള് ടിക്ടോക്കില് ഞങ്ങൾ ഷാർജ, ദുബായ് ബേസ് ആയിരുന്നു. നീ ഫുജൈറ അല്ലേ? അങ്ങനെ. അപ്പൊ നമുക്ക് ചില വെക്കേഷൻ അല്ലെങ്കിൽ ചില അവധിയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേറെയുള്ള എമിറേറ്റ്സിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങളാണെങ്കിലും ഞങ്ങൾ ദുബായിത്തെ ആൾക്കാർ ഒമാനിൽ വരാറുണ്ട്. ഒമാൻ കാണാൻ വേണ്ടി ഒമാനിൽ പോകും ഫ്രണ്ട്സിനായിട്ട്. അതുപോലെ റാസൽ ഖൈമ പോവും. പിന്നെ ദുബായ്, അവിടുന്ന് റാസൽ ഖൈമ കുറേ പേരൊക്കെ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ചില ലീവിനൊക്കെ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പം ഞാനൊക്കെ അവിടെ ലുലുവിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നത് ഒമാനിൽ നിന്നാണ്, ഫുജൈറ നിന്നാണ് വരുന്നത്, ജാസിനെ കാണാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് വന്ന് ഒരുമിച്ച് നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മൾ അതേപോലെ ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത്. പക്ഷെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടല്ലോ, ടിക്ടോക്കിലൂടെ മാത്രമുള്ള ഒരു കോൺടാക്ട് ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ പോയി കാണാൻ പറ്റുന്ന സിറ്റുവേഷനിലെ ജോലി അല്ലായിരുന്നു. ഞാൻ ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം എനിക്ക് ഒരു ദിവസം ലീവ് കിട്ടും, അതും സ്റ്റാഫൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം, ഇല്ല ലീവ് ഇല്ല. അങ്ങനെ ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ ദുബായി തന്നെ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. 4-5 വർഷം UAE-ൽ വർക്ക് ചെയ്തെങ്കിലും ഫുജൈറ തന്നെയായിരുന്നു. ദുബായ് പോലും ബുർജ് ഖലീഫ കാണാൻ വേണ്ടി ഒറ്റ വട്ടം വന്നിട്ടുണ്ട്. അങ്ങനെ ദുബായ് കണ്ടിട്ടുള്ളൂ. അപ്പൊ എനിക്ക് അന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്ക് ജാസിയെ കാണണം. പക്ഷെ ഇത്ര ഒരു ഫ്രണ്ട്ഷിപ്പ് നാട്ടിൽ വന്നിട്ട് ഞാൻ കൊണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഫസ്റ്റ് ഇതുപോലെ ജാസിയുടെ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ജാസിയെ കണ്ടാൽ, ജാസിയുടെ ഇന്റർവ്യൂ എടുത്ത ഒരാളോട് ഞാൻ പറഞ്ഞു, ഇനിയും ജാസി വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം, എനിക്ക് ജാസി ഒന്ന് കാണണമെന്ന്. പക്ഷെ ഞങ്ങള് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി. പെട്ടെന്ന് ഒരു ദിവസം കാണാൻ പറ്റി നേരിട്ട്. അന്ന് മുതൽ ജാസി ഭയങ്കര സിമ്പിളായിട്ട് ഒരാളാണ്. എന്താ പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ആകും. നമ്മളെ ഭയങ്കര സപ്പോർട്ടർ, മോനെ 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 എന്ന് പറഞ്ഞിട്ട് എന്നും വിളിക്കും. കഴിച്ചോ കുടിച്ചോ എന്തെടുക്കോ, ഭയങ്കര സ്നേഹമുള്ള ഒരാള്. എനിക്ക് ഭയങ്കര സന്തോഷം ജാസിയെ പരിചയപ്പെട്ടത്. എനിക്ക് അങ്ങനെ തന്നെ ഭയങ്കര സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചത്. ആഷി എന്ത് പറയുന്നു? ആഷി സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഒരു വർഷത്തോളമായി ഇപ്പൊ ഞങ്ങൾ നാട്ടിൽ തന്നെയാണ്. ആഷി ഇടയ്ക്ക് പോയിട്ട് വരും, ഞാൻ നാട്ടിലുണ്ടാവും. എനിക്കിങ്ങനെ ഇപ്പോൾ എൻ്റെ വിസയുടെയും അതേപോലെ എൻ്റെ പാസ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ദുബായിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ട്, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല. വർക്കൊക്കെ നല്ല ഉണ്ടെന്ന് തോന്നില്ല? കുഴപ്പമില്ല, നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ആശയം നെഗറ്റീവ് പറയുന്നവർ കുറച്ച് നേരം ഇവരുടെ കൂടെ ഈ ടൗണിലൂടെ അല്ലെ വണ്ടിയിലൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കണം. എന്റെ ദൈവമേ, ബൈക്കിലൊക്കെ അങ്ങൂന്നേ ജാസി ആഷിന്ന് വിളിച്ചിട്ടാണ് പുറകെ വരുമ്പം തന്നെ ഒരു പെൺകുട്ടി അതിന്റെ സന്തോഷം കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. അയ്യോ, ആഷിയും ജാസി എന്ന് പറയുമ്പോഴത്തേ ആ കുട്ടിക്കൊക്കെ എന്തൊരു, ഈ നെഗറ്റീവ് പറയുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് കാണണം. എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന അപ്പൊ ചിന്തിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പബ്ലിക്കിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്ന് നെഗറ്റീവ് വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല.
ഈ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനത്തെ ഇതില് സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഈ നെഗറ്റീവ് വരുന്നുള്ളൂ, ഈ കമന്റ്സിന്റെ ഇതിലൊക്കെ. അല്ലാണ്ട് പബ്ലിക്കിൽ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു നെഗറ്റീവും ഒരാളെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഈവൻ ഞാനായിക്കോട്ടെ, ആശയിക്കോട്ടെ, ഞങ്ങൾ ലുലുവിൽ പോകാറുണ്ട് ഇവിടെ കൊച്ചിയിൽ. അതേപോലെ ഞങ്ങൾ കൊടൈക്കനാൽ ഇപ്പം അടുത്ത് ഞങ്ങൾ ടൂർ പോയിട്ടുണ്ടായിരുന്നു, മൂന്നാർ. ഇവിടെയൊക്കെ പോകുന്ന സമയത്തൊക്കെ അവിടെയൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കരമായിട്ട് വന്ന് സംസാരിക്കുക, നമ്മളിവിടെ ഫോട്ടോ എടുക്കുക, കുറേ നല്ല മുഹൂർത്തങ്ങളാണ്. പക്ഷെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ എത്രത്തോളം നെഗറ്റീവായിട്ട് വരുന്നത് എന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. പിന്നെ അസൂയ കൊണ്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ട്. നമ്മള് മൂന്നാർ പോയപ്പോഴും എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ആദ്യമായിട്ടാണ് ഞാനും ജാസി ആശയൊക്കെ ഒരു യാത്ര ഒന്നിച്ചു പോകുന്നത്. പക്ഷെ ആ സമയത്ത് അവിടെ ചെന്നപ്പോഴും ഓരോ മനുഷ്യർ കാണുമ്പോഴും ഓടി വന്നിട്ട് ആഷി, ജാസി, എത്രയോ ആൾക്കാർ അവിടെ നിൽക്കുന്നു. അതിനിടയ്ക്ക് ആഷിയും ജാസിയും എല്ലാവരും തിരിച്ചറിയുന്നു, എല്ലാവരും ഓടി വന്നിട്ട് ഭയങ്കര സ്നേഹത്തോടെ ഭയങ്കര ഇതോടെ ഓടി വന്ന് സെൽഫി എടുക്കുന്നു. എന്നാ സ്നേഹം! അതൊക്കെ കാണുമ്പോൾ അവരെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. അപ്പം ഞാനിങ്ങനെ അന്നേരവും പറയുകയും ചെയ്തു, നെഗറ്റീവ് പറയുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് കാണണം. നാട്ടിൽ വന്നിട്ട് അത്യാവശ്യം എനിക്ക് കുറച്ചും കൂടെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഇഷ്ടങ്ങളിൽ കുറച്ചും കൂടെ എനിക്ക് കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദുബായിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു കുറച്ചൊരു പരിധി ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയില്ല, ഇവിടെ നമുക്ക് എല്ലാം അടിപൊളിയാണ്. പിന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ നാട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഒരു നല്ല ഹാപ്പിനെസ് ആയിട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വിശേഷങ്ങൾ ശ്രീനോട് ചോദിക്കുന്നത്, എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? കുഴപ്പമൊന്നുമില്ല ജാസി, സുഖമായിട്ട് ഇങ്ങനെ പോകുന്നു. ഹാപ്പി എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെയില്ല, എനിക്ക് ഹാപ്പിനെസ് അങ്ങനൊന്നും ഇല്ല. പിന്നെ ഒരു ഒഴുക്കിനങ്ങ് പോകുന്നു പറയില്ലേ, അങ്ങനെ അങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. എന്ത് പറ്റി അങ്ങനെ ഹാപ്പിനെസ് ഇല്ല എന്നുള്ളത്? അത് ചിലപ്പോൾ ജാസിക്ക് അറിയായിരിക്കും. എൻ്റെ കഴിഞ്ഞ ജീവിതം, കുവൈറ്റിലെ പ്രശ്നങ്ങൾ, പിന്നെ നാട്ടിൽ വന്നു, ഇത്രയും വർഷങ്ങളായിട്ടും അന്നത്തെ കാര്യങ്ങൾ പറയുന്നു. പിന്നെ കുറേ ആൾക്കാർ നെഗറ്റീവ് ഇന്നും ആ വീഡിയോസ് ഇന്നും ഇന്നത്തെ ദിവസം കൂടി അന്ന് ഞാൻ കുവൈറ്റ് ഇന്ന് കരഞ്ഞ വീഡിയോസ് ഇന്നത്തെ കൂടെ ഒരു ട്രോളിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോഴും ഞാനിങ്ങനെ ഓർത്തു, ദൈവം 5-6 വർഷങ്ങൾ കഴിഞ്ഞില്ലേ. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ശ്രീയുടെ ആ വീഡിയോസ് ദുബായിൽ നിൽക്കുന്ന സമയത്ത്. കാരണം അത് അത്യാവശ്യം ദുബായിൽ ഇത്ര വർഷം വൈറലായിരുന്നല്ലോ. ഒരു അറബിയുടെ വീട്ടിൽ ദുരന്തം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടി എങ്ങനെയും രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോസ് ആയിരുന്നു. ഞാനത് കണ്ടിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ. അത് വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നില്ല. കാരണം നമ്മൾക്ക് അത്രയും ബുദ്ധിമുട്ട്, നല്ല അറബികളുണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ ചില ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഉണ്ടാക്കുമ്പോൾ അവിടുന്ന് രക്ഷപ്പെടുന്നത് നമുക്ക് ആ ഒരു സമയത്ത് അതേ ചിന്ത ഉണ്ടാവുള്ളൂ അല്ലേ മനസ്സിൽ. നമുക്ക് അവിടുന്ന് എങ്ങനെയും ചിന്ത വന്ന എങ്ങനെയൊന്നും രക്ഷപ്പെട്ട് നാട്ടിലെത്തിയാൽ മതി എന്നുള്ള ചിന്ത ഉണ്ടാവുള്ളൂ. അത് അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് നമ്മൾ ഇപ്പോൾ പ്രത്യേക ഒരു സിനിമ ഇറങ്ങി. ആ സിനിമയിൽ പൃഥ്വിരാജ് കഷ്ടപ്പെടുന്ന ആ കഷ്ടപ്പാട്, ഒരു നേരത്തെ ഫുഡ് അല്ലെങ്കിൽ ഒരു നേരത്തെ വെള്ളം, ഒന്ന് കുളിക്കാൻ പോലും പറ്റാണ്ട് അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മൾ ഒന്നും വേണ്ട, നമുക്ക് നാട്ടിലേക്ക് എത്തിയാൽ മതി ചിന്ത ഉണ്ടാവുള്ളൂ. അത്ര ആ ചിന്തയായിരുന്നു ആ സമയത്ത് മുഴുവൻ. ജാസി, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? നമ്മൾ ജീവിക്കുന്നത് ആഹാരം കഴിക്കാൻ വേണ്ടിയാണ്, നമ്മൾ കഷ്ടപ്പെടുന്നത് പട്ടിണിയില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടുന്ന് പോകുന്നതും പട്ടിണി കിടക്കാതെ കാശുണ്ടാക്കണം, കുടുംബം നോക്കണം, ഇത് ചിന്തിച്ചിട്ടാണ്. എൻ്റെ ആ കരയുന്ന വീഡിയോ എടുത്തിട്ട് ഇവൾ അങ്ങനെയായിരുന്നു എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് ഇവൾ അവിടെ അഹങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി ഓടിയെന്ന് പറയുന്നത്. എന്റെ വേഷവും എന്റെ കോലവും ഞാൻ നിന്ന് കരയുന്നതുമാണ് അവരിട്ട് ട്രോളുന്നത്. അതിൽ നിന്ന് കാണുന്നവർക്ക് പോലും അത് മനസ്സിലാവുന്നില്ല ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരുന്നു അവിടെയെന്ന്. ഒരിക്കലും നമ്മളൊരു ജയില് പോലെ ജീവിക്കാനല്ല ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യം ഇല്ലേ, നമ്മുടേതായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. എല്ലാ നല്ല സൗകര്യങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവില്ല. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു അടിമയായിട്ട് കിടക്കാൻ ആഗ്രഹിച്ച് ജീവിച്ച അങ്ങനെ ഇപ്പൊ നമുക്ക് നല്ല വസ്ത്രമുണ്ട്, നല്ല ഫുഡുണ്ട്, നല്ല എല്ലാ സൗകര്യമുണ്ട്. നമ്മളൊരു വലിയൊരു ഒരു സ്വർണത്തിന്റെ കൂട്ടിനുള്ളിൽ നമ്മളെ കൊണ്ടുപോയിട്ട് നമുക്ക് നല്ല ഫുഡും നല്ല വസ്ത്രം നല്ല കാര്യം നമ്മൾ ഒരിക്കലും നിൽക്കുന്നത് നമുക്കിങ്ങനെ പാറി പറന്ന ചിറകൾ അടിച്ച് പാറി പറന്ന് നടക്കാനാണ് ഇഷ്ടം അല്ലേ. അപ്പൊ അത്ര സ്വർണത്തിന്റെ കൂടാണെങ്കിൽ പറഞ്ഞാലും ബന്ധനം തന്നെയാണ്. പലപ്പോഴും ശ്രീലക്ഷ്മി ഇപ്പൊ ഈവൻ എൻ്റെ വീടിന് താഴത്ത് ഒരുപാട് ബാഡ് കമന്റ് വരാറുണ്ട്. എനിക്ക് പണ്ടൊക്കെ ഭയങ്കര വിഷമം തോന്നിയിരുന്നു ഓരോ ബാഡ് കമന്റ് കാണുമ്പോഴൊക്കെ. പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ ഞാൻ അങ്ങ് പാകപ്പെടുത്തി. കാരണം എനിക്ക് ജീവിക്കണം. എനിക്ക് ഈ ബാഡ് കമന്റ് പറഞ്ഞ ആൾക്കാർ ബാഡ് കമന്റ് പറയുമ്പോൾ അത് കണ്ട് തളർന്നിരുന്ന് വിഷമിച്ചാൽ എൻ്റെ ലൈഫ് എവിടെ എത്തിപ്പെടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾക്ക് ഒരിക്കലും ഒരു ചിറക് വെച്ച് പറക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പോയിന്റിൽ എനിക്ക് ചിന്ത വന്നതുകൊണ്ടാണ് ഞാൻ അതെല്ലാം ഇനിയിപ്പോൾ എത്ര ബാഡ് കമന്റ് പറയുന്നത് കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളിലേക്ക് ഞാൻ കിടക്കില്ലെങ്കിൽ എൻ്റെ ഹാപ്പിനെസ് ഞാൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ മുന്നോട്ട് പോയത്. ഇപ്പോൾ ശ്രീലക്ഷ്മിയുടെ കമൻറ്റ് ബോക്സ് ആണെങ്കിലും ശ്രീലക്ഷ്മിന് ഒരുപാട് പേര് ട്രോളുന്നത് കാണുമ്പോഴും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരുന്ന ഭയങ്കര ഒരു പെൺകുട്ടിയും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത രീതിയിലടക്കമുള്ള
അത് ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്ത ഒരാളുണ്ട്, പേര് പറഞ്ഞ അവരാരും ഞാൻ ഏതായാലും ഫേമസ് ആക്കുന്നില്ല. വേണ്ട വേണ്ട വേണ്ട. പിന്നെ അതിനപ്പുറം ഞാൻ കേരളത്തിലെ നമ്പർ 1 വേശിയാണ്. എനിക്ക് ആൾക്കാർ തന്നേക്കുന്ന പേരതാണ്. ഞാൻ വേശ്യവൃത്തി ചെയ്ത് നടക്കുന്നത് ഇവർ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇപ്പോഴും ഇവരുടെ കണ്ണിൽ ഈ ഡ്രസ്സ് ഒരു മോശമായിരിക്കും. ഇതുപോലെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ വേശിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വേശി ഞാനാണ്. 29ാമത്തെ വയസ്സിലെ പേര് വേശിയായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കമന്റ് ബോക്സ് കാണുമ്പോൾ അത് ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എങ്കിൽ പോലും എങ്ങനെയാണ് ഒരു ബോൾഡ് അല്ലെങ്കിൽ അതൊക്കെ മാറ്റി എൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സക്സസിലേക്ക് ഞാൻ എത്തണം എന്ന് വിചാരിക്കുന്ന എത്രത്തോളം അത് ഇനി കുറേ ആൾക്കാർ കാണുമ്പോൾ ഒരു പ്രചോദനമായിരിക്കും. എങ്ങനെയാണ് ഒരു സക്സസിലേക്ക് എത്തുക? ഞാനും ഇപ്പൊ ജാസി പറഞ്ഞ പോലെ ഫസ്റ്റ് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടപ്പെട്ട് റൂമിനകത്ത് ഇരുന്ന ആളാണ്. ഇപ്പൊ പറഞ്ഞ പോലെ കൂട്ടിൽ അടച്ചു വിട്ടേക്കുന്ന പോലെ അങ്ങനെ റൂമിനകത്തിരുന്ന ആളാണ് ഞാൻ. ഇപ്പൊ കുറച്ചൊരു നാൾ കൊണ്ടാണ് പുറത്തിറങ്ങിയതും. ആൾക്കാർ പറയുന്നെങ്കിൽ പറയട്ടെ, എനിക്ക് ചുറ്റിനും ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. എനിക്ക് ഫാമിലി സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗത്തുനിന്നും എനിക്ക് സപ്പോർട്ടോ കാര്യങ്ങളും ഇല്ല. എങ്ങൊന്നും എനിക്ക് ആരും ഒരു സപ്പോർട്ടും ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന ആളാണ്. താഴോട്ട് നോക്കിയ ഭൂമി, മേളിലോട്ട് നോക്കിയ ആകാശം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്ന കേട്ട് ഞാനിരുന്ന ഒന്നുകിൽ ഞാൻ മരിക്കാനേ പറ്റത്തുള്ളൂ, പിന്നെ ഇനി മുന്നോട്ട് ജീവിതം ഇല്ലാന്ന് ചിന്തിച്ചിരിക്കാനേ പറ്റത്തുള്ളൂ. അതിലും ഭേദം പറയുന്നവർ പറയട്ടെ, ഞാൻ ഇനിയും മുന്നോട്ട് ജീവിക്കും എന്നൊരു തീരുമാനം ഇങ്ങനെ മനസ്സിൽ പറയുന്ന ആൾക്കാരൊന്നും നമുക്ക് ഒരു നേരം ഫുഡ് കൊണ്ടുവന്നില്ല, നമ്മൾ തന്നെ അധ്വാനിക്കണം. പിന്നെ അത് ആ ഒരു തോട്ട് തന്നെ ഞാനും വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ പറയുന്ന ആൾക്കാർ പറയുന്നത് കേട്ട് നമ്മൾ ഒരു ഭാഗത്ത് മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവർ ഈ പറയുന്ന ആൾക്കാരൊന്നും ഒരു നേരത്തെ ഫുഡ് അല്ലെങ്കിൽ നീ ഒരു നേരത്തെ ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ ഇന്നാ നിനക്കൊരു 100 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് തരാനൊന്നും ആരും പോകുന്നില്ല. നമുക്ക് നമ്മൾ തന്നെ അധ്വാനിക്കണം അല്ലേ? അപ്പൊ പിന്നെ നമ്മളെ കാര്യങ്ങൾ നമ്മൾ നോക്കാം, ബാക്കിയുള്ളവർക്ക് നെവർ മൈൻഡ് ആയിട്ട് അങ്ങ് വിടുക, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇനി മുന്നോട്ട് പോകണം. പിന്നെ എല്ലാവരും ചോദിക്കും നിനക്ക് പണിയെടുത്ത് ജീവിച്ചാൽ എന്താന്ന്. പണിയെടുത്ത് ജീവിക്കാനുള്ള വിദ്യാഭ്യാസമൊന്നും എനിക്കില്ല. എൻ്റെ ജീവിത സാഹചര്യവും ഞാൻ വളർന്നു വന്ന രീതി ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. ഈ ചോദിക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല, നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിച്ചൂടെയെന്ന്. ഈ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഞങ്ങളൊരു തൊഴിലാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, കാരണം ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി അവിടുന്ന് ഫുഡ് കഴിച്ച് ആ ഫുഡിൻ്റെ വീഡിയോസ് എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അത് അതിൻ്റെ ഹെഡിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഹൈലൈറ്റ് എടുത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രൊമോഷൻ, ഒരു ഹോസ്പിറ്റൽ പ്രൊമോഷൻ, ഒരു ക്ലിനിക് പ്രൊമോഷൻ അല്ലെങ്കിൽ പാർലറിൻ്റെ പ്രൊമോഷനോ, ഇതൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ട് അവിടെ പോയിട്ട് വീഡിയോസും കാര്യങ്ങളും എടുത്ത് എഡിറ്റ് ചെയ്യുന്നതിന് നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. അപ്പം ഇത് നിങ്ങൾ വേറെ പണിക്ക് പോടാന്ന് പറയാം, ഇത് ഞങ്ങളൊരു തൊഴിലായിട്ട് കാണുന്ന സംഭവമാണ്. നിങ്ങൾക്ക് ആ തൊഴിലിൽ ശോഭിക്കാൻ പറ്റാത്തത് നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ്. ഞങ്ങൾക്ക് അതിൽ റീച്ചും കാര്യങ്ങളുള്ളത് ഞങ്ങളുടെ സന്തോഷം. ഞങ്ങളത് ചെയ്യുന്നത് ചില ആൾക്കാരൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ പൊതുവെ വരുന്ന ഒരു ഇതാണ്, നിങ്ങൾക്കൊന്നും വേറൊരു പണിയില്ല, നിങ്ങൾക്ക് വേറെ പണിക്ക് പൊക്കൂടെ, ഇത് ഞങ്ങളുടെ ജോലിയാണ് അല്ലേ? എനിക്കും പറയാനുള്ള അതേ ഉള്ളൂ. എന്റെ കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ വന്നു, നിനക്കൊക്കെ പണിയെടുത്ത് ജീവിച്ചുകൂടെയെന്ന്. പണിയെടുത്ത് ജീവിക്കണമെങ്കിൽ സാമാന്യം എന്തെങ്കിലും വിദ്യാഭ്യാസം വേണം, പണി ചെയ്യാനുള്ള എന്തെങ്കിലും പഠിച്ചിരിക്കണം. എൻ്റെ ജീവിത സാഹചര്യവും ഞാൻ വളർന്നു വന്ന രീതിയും ഒന്നും എനിക്ക് വിദ്യാഭ്യാസം നേടാൻ പറ്റിയ സാഹചര്യമൊന്നുമില്ല. ഞാൻ 10ാം ക്ലാസ് പാസ്സായി, അത് കഴിഞ്ഞിട്ട് എനിക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം എനിക്കറിയാവുന്ന അത്യാവശ്യം ഇതൊക്കെയാണ്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു പോകാമെന്ന്. ഇപ്പം ഗൾഫിൽ പോയാലും ഞാൻ ചെയ്ത പണികളൊക്കെ ഇതൊക്കെയാണ്. ഗൾഫിൽ അറബിയുടെ വീട്ടിൽ കിടന്ന് ഇടിയും തൊഴിയും ചവിട്ടും കൊണ്ടത് മിച്ചം. പിന്നെ അതുപോലെ UAE വന്നിട്ടാണെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് വെയിറ്റേഴ്സ് ആയിട്ടൊക്കെയാണ് നിന്നത്. അപ്പം എനിക്ക് എൻ്റെതായ ഒരു ജീവിതം ഇനി ഉണ്ടാവണം എന്ന് ഓർത്തിട്ടാണ് ഞാൻ എനിക്ക് എന്നെ കൊണ്ട് ഇത് പറ്റും എന്നൊരു രീതിയിലാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. അതെ, അഭിനയത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കാനൊക്കെ. കുഞ്ഞിലെ മുതൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു സിനിമയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ എന്തിനാണെങ്കിലും എത്തിക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ജീവിച്ച് ഒറ്റയ്ക്ക് വളർന്ന ആളാണ്. അപ്പോൾ എന്നെ വളർത്തിയതൊക്കെ എൻ്റെ അമ്മയുടെ അമ്മയാണ്. അപ്പം അതിലേക്ക് എത്താൻ എനിക്ക് പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു. ഇപ്പം എനിക്ക് എൻ്റെതായ പ്രായം, എനിക്ക് എൻ്റെ ജീവിതം തിരഞ്ഞെടുത്ത് എനിക്ക് നടക്കാം. അപ്പോൾ എൻ്റെ മുന്നിലോ പിന്നിലോ ആരും ഇല്ല. എൻ്റെ ജീവിതം ഞാൻ തന്നെയല്ലേ നോക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹത്തിന്റെ പുറകെ കൂടെ ഒന്ന് ഇറങ്ങി തിരിക്കാന്ന് വിചാരിച്ചു. ജാസിക്ക് അഭിനയം ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? എൻ്റെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഒരു ബിഗ് സ്ക്രീനിൽ എൻ്റെ ഫേസ് കാണിക്കുക, അതാണ് എൻ്റെ വലിയൊരു ആഗ്രഹം. എനിക്ക് അവസരങ്ങൾ വരുന്നുണ്ട്, ഇല്ല എന്നല്ല. ഇപ്പോൾ തമിഴിൽ നിന്നൊക്കെ എനിക്ക് നല്ല അവസരങ്ങൾ വരാറുണ്ട്, മലയാള സിനിമയിൽ നിന്നും വന്നിട്ടുണ്ട് 2-3 അവസരങ്ങളൊക്കെ. അപ്പോൾ ചിലതൊക്കെ കഥകൾ കേൾക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറും, അല്ലെങ്കിൽ പിന്നെ നമ്മളെ അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിക്കാണ്ടിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചില എന്താ പറയുക, ഫിലിം ഡയറക്ടേഴ്സിന് അതേപോലെ റൈറ്റേഴ്സിനും അതേപോലെ കാസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പോയി കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയും നല്ലൊരു കഥയുണ്ട്, വിളിക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു തമിഴ് മൂവി ഓൾറെഡി അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഡീൽ ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ ഇന്ന സ്ഥലത്ത് മലയാളത്തിൽ അഭിനയിക്കുക അങ്ങനെയൊന്നുമില്ല. എനിക്ക് നല്ല കഥാപാത്രങ്ങൾ,
അതിപ്പോൾ വലിയ കഥാപാത്രമാണ്, ഇപ്പോൾ ചെറിയൊരു സീനിലൊരു കുഞ്ഞു കഥാപാത്രം ആയാലും വളരെ നമ്മൾ ഓർത്തിരിക്കാൻ പറ്റുന്ന കുറച്ച് കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഫിലിമിൽ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക്. ഭയങ്കര ആഗ്രഹമാണ് എനിക്ക്. ഞാൻ ഈ റീൽസ് ഇടുന്നതും ഈ കോമഡി ചെയ്യുന്നതും ഒക്കെ എനിക്ക് അൾട്ടിമേറ്റ് എനിക്ക് ഫിലിമിൽ എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ജാസി നല്ലൊരു കഴിവുള്ള ഒരാളാണ്. പാട്ടാണേലും ഡാൻസ് ആണേലും ആക്ടിങ് ആണേലും ഇൻസ്റ്റ തുറന്നാൽ തന്നെ എന്ത് രസം, കോമഡിയൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. ഒരുപാട് പേര് സപ്പോർട്ടും ഉണ്ടല്ലോ. നെഗറ്റീവ് പറഞ്ഞ അനുസരിച്ച് എനിക്ക് ഒരുപാട് ഇപ്പൊ പൊന്നുസാഗിയൊക്കെ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്ന ഒരു കാര്യമാണ്, നിനക്ക് വേറെ പണിയൊന്നും ചാടി കളിക്കണം അങ്ങനെയൊക്കെ. പക്ഷെ ഈ പൊന്നുസാഗി കേൾക്കാൻ ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ ഓൾറെഡി പൊന്നുസാഗി നിർത്തി വെച്ച ഒരു വ്യക്തിയായിരുന്നു. കാരണം കുറേ ചെയ്തപ്പോൾ പിന്നെ എനിക്ക് തന്നെ തോന്നി വേണ്ട, ഇനി ഇതിങ്ങനെ വെറുപ്പിക്കേണ്ടെന്ന് വെച്ചാൽ നിർത്തിയതായിരുന്നു. അപ്പോൾ എനിക്ക് ഇൻബോക്സിൽ കുറേ മെസ്സേജ്, അമ്മമാരെ മെസ്സേജ്, കുട്ടികളെ മെസ്സേജ്, എന്താ ഇപ്പോൾ പൊന്നുസാഗി കളിക്കാത്ത, ഞങ്ങൾക്ക് വേണ്ടി പൊന്നുസാഗി കളിക്കണം, പൊന്നുസാഗി ഫാൻസ് ആണ് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ്. അതിനുശേഷമാണ് ഞാൻ വീണ്ടും പൊന്നുസാഗി 2-3 വട്ടം ഇറക്കിയത്. അപ്പോൾ അത് അത്യാവശ്യം വ്യൂസ് പോകുന്നുണ്ട്, മില്യൺ വ്യൂസ് പോകുന്നുണ്ട്, നല്ല ലൈക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടായതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും വ്യൂസും ലൈക്കും കിട്ടുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഇഷ്ടപ്പെടാൻ കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ നമുക്ക് ഇനി വീണ്ടും വീണ്ടും ഇറക്കണം എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നു. ശരിക്കും ഇവരുടെ സപ്പോർട്ടാണ് നമ്മളെ വീണ്ടും ഇതൊക്കെ ചെയ്യണമെന്നും തോന്നിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. ജാസിക്ക് എനിക്ക് തോന്നുന്നു എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് ജാസി അഭിനയിക്കുന്നത് ഇൻസ്റ്റയില്. ജാസിക്ക് ഏറ്റവും ഇഷ്ടം എന്ത് ക്യാരക്ടർ ചെയ്യാനാണ് ഇഷ്ടം? എനിക്ക് പേഴ്സണലി ഇഷ്ടം ഈ കുറേ സീരിയസ് ക്യാരക്ടർ ചെയ്യുമ്പോഴും എനിക്ക് കൂടുതൽ ഇഷ്ടം കോമഡിയാണ്. എനിക്ക് ഞാൻ പൊതുവെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഭയങ്കര കോമഡി പീസാണ്. കാരണം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരോടും സന്തോഷം, എല്ലാവരോടും ഇങ്ങനെ മീൻസ് എനിക്ക് ഞാൻ ഇരിക്കുന്ന ആ ഏരിയ ഭയങ്കര ചിരിച്ച് കളിച്ച് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് കോമഡി പറയാൻ ഇഷ്ടമാണ്. ഞാനിങ്ങനെ കോമഡിയൊക്കെ പറയും. എനിക്ക് കോമഡി വീഡിയോസുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ റീൽസ് ചെയ്യുമ്പോഴും എനിക്ക് കോമഡികൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ഈ സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്യാനാണ് കൂടുതൽ, കോമഡി കഥാപാത്രം ചെയ്യുന്നതാണ് കൂടുതൽ എനിക്ക് ഇഷ്ടം വരുന്നത്. കുഴപ്പള്ളിയുടെ ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അതൊന്ന് ചെയ്ത് കാണിക്കുമോ? എങ്ങോട്ട്? നിന്റെ കുടുംബത്തിലോട്ടോ? ഓ, നീ ജീവനോണ്ടിരിക്കുമ്പോൾ ഈ ജാനമുടെ പട്ടി കയറും, നീ പൊടി. അത് സാറേ ഞങ്ങൾ വഴക്കാം, തന്നെ മോശട്ടയാ ഒന്ന് പറഞ്ഞ തുണി നോക്കി കാണിക്കൂ ഞാൻ. അതുകൊണ്ട് വഴക്കിടാൻ ഭയങ്കര പേടിയാ. എന്റെ മരിയോള ഭയങ്കര സ്നേഹത്തില, പക്ഷേ ഞാൻ ഈ മാന്യന്മാരുടെ ഇങ്ങനെ ഇടപെടുന്ന അവൾക്ക് തീരെ ഇഷ്ടമല്ല. ജാസി ശരിക്കും അതുപോലെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം കോമഡി റോളുകൾ. ഞാൻ പറയല്ലോ, കോമഡി റോളുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുഴപ്പമില്ല മമ്മിനെ ഒരു വട്ടം ഏതൊരു പരിപാടിക്ക് കണ്ടിട്ട് ഞാൻ കുറേ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പാവാണ് അമ്മ. അതൊക്കെ ശരിക്കും അത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോമഡി ചെയ്യാൻ കൂടുതൽ ഇഷ്ടം. പൊതുവേ ആൾക്കാരുടെ ഒരു മൈൻഡ് ഉണ്ട്, നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് ആണ് പെണ്ണ് എന്ന് പറഞ്ഞ രണ്ടുപേരും മാത്രമേ പാടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ വരരുത്, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഒരാളില്ല. അത് നമ്മൾ ചെറുപ്പം മുതൽ ഇപ്പോൾ പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളെ കണ്ട് ഞങ്ങളെ മക്കൾ ഇൻഫ്ലുവൻസ് ആവും, അല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്താണെന്നാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളത് അവർക്ക് നല്ലൊരു ഉദാഹരണം എന്ന രീതിയിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് വേണം. കാരണം രണ്ട് പെണ്ണുങ്ങൾ അത് ആരാണ് അമ്മയെന്ന് ചോദിക്കുമ്പോൾ അത് അവരെ പാർട്ട്ണറാണ്, അല്ലെങ്കിൽ ഇങ്ങനെയും കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്, അവർ രണ്ടുപേരും സ്നേഹിക്കുന്ന ആൾക്കാരാണെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു ഫാമിലി എന്ന രീതിയിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാണ്ട് അവര് ലോകത്ത് കൊള്ളാത്തവരാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും സ്നേഹം പറഞ്ഞു കൊടുക്കുന്നതാണ്. അതെ, എല്ലാവർക്കും. ഇപ്പൊ ഇവൻ ആദിലാനൂറിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പുറത്ത് അവർ ബിഗ് ബോസിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ പുറത്ത് നിന്ന് കേട്ടോണ്ടി വരുന്ന വ്യക്തിയാണ് ഞാനും ആഷിയാണെങ്കിലും. കാരണം ആദിലാനൂറിന്റെ ഇഷ്യൂ എന്ത് ഇഷ്യൂ വരുമ്പോഴും അവരുടെ ഫോട്ടോസും ഞങ്ങളുടെ ഫോട്ടോസും വെച്ചിട്ടായിരിക്കും അടുത്ത വീഡിയോസ് ഇറങ്ങുക. അപ്പോൾ ഞാൻ ഈ രണ്ട് ലൈഫ് എന്ന് പറയുന്നത് ഇതിനപ്പുറത്തേക്കൊക്കെ ഈ സെക്സിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സ്നേഹബന്ധമുണ്ട്. ഇവരെല്ലാവരും കൂട്ടിക്കലർത്തുന്നത് നിങ്ങൾക്ക് ഒരു തലമുറ വേണം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സെക്സ് ചെയ്യുന്നത്, അതാണ് ഇവരെ മൈൻഡ് പോകുന്നത്. ഈ സെക്സ് നമ്മുടെ ലൈഫിലെ ഒരു ചെറിയ പാർട്ടാണ്, അല്ലെങ്കിൽ ജീവിതം ഒരു സെക്സിലേക്ക് ഉപയോഗിക്കരുത്. ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമാണ് സെക്സ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പം ആഷിയുടെ ഞങ്ങൾ തമ്മിലുള്ള സെക്സിൽ ഞങ്ങൾ ഹാപ്പിയാണ്, 100% ഞങ്ങൾ ഓക്കെ ആണെന്ന് പിന്നെ അത് ആർക്കാണ് പ്രശ്നമുള്ളത്? അതേപോലെ തന്നെ എല്ലാവർക്കും. ഈവൻ ഒരു പെൺകുട്ടി സ്നേഹിക്കുമ്പോൾ അവർക്ക് അത് അവർ അൾട്ടിമേറ്റ് ആണ്. കണ്ടപ്പോൾ ഇപ്പം ഞങ്ങളൊക്കെ ബാഡ് കമൻറ്റ് വരാറുണ്ട് കമൻറ്റ് ബോക്സിൽ. എനിക്കും ആഷിക്കൊക്കെ ഭയങ്കര ബാഡ് കമൻറ്റ് വരാറുണ്ട്. പക്ഷെ പണ്ടും ആദില നൂറ ഇവർക്കും ബാഡ് കമൻറ്റ് വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ ബിഗ് ബോസിൽ പോയി അവർ റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ ലവ് എന്താണെന്ന് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഒരു ആണിനും പെണ്ണിനും മാത്രമല്ല, ഒരു പെണ്ണിനും ഇതേപോലെ
പരസ്പരം ഒരു ബോണ്ട് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ എന്ന രീതിയിൽ സ്നേഹിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ സ്നേഹം കാണുമ്പോൾ ഞങ്ങൾക്ക് കണ്ണ് നിറയുന്നു, നിങ്ങൾ പൂമ്പാറ്റകളാണ്, നിങ്ങൾ എന്ത് രസമാണ്, നിങ്ങൾ സ്നേഹം കാണാനുള്ള കമന്റുകൾ കാണുമ്പോൾ പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഞാനും ഇങ്ങനെ ഇടയ്ക്ക് ആഷിനോട് പറയും, ഈവൻ നമ്മളും ഇപ്പോൾ ഒരു കണക്കിന് ബിഗ് ബോസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്നേഹം കണ്ടാലും ആൾക്കാർ നമ്മളെ അംഗീകരിക്കും. അത് ആൾക്കാർക്ക് മനസ്സിലാവാത്തത് കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇപ്പൊ എന്നെ കളിയാക്കുന്നത്. ഞാൻ എന്താണ്, അല്ലെങ്കിൽ ജാസി എന്ന് പറഞ്ഞ വ്യക്തി എന്താണെന്ന് അറിഞ്ഞ ആള് ഒരിക്കലും എന്നെ ചാന്തുപൊട്ടെ എന്നോ അല്ലെങ്കിൽ എന്നെ കൊണ്ടെന്നോ വിളിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇപ്പൊ ശ്രീലക്ഷ്മിക്ക് എന്നെ മുമ്പ് അറിയുന്നതിന് മുമ്പ് ശ്രീക്ക് അറിയില്ലല്ലോ ഞാൻ എങ്ങനെയാണ് എന്താണെന്നുള്ളത്. ഇപ്പൊ പരിചയപ്പെട്ടപ്പോൾ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയി. അപ്പോൾ ശ്രീധനെ എന്നോട് പറയാറുണ്ട്, ഇങ്ങനെ കളിയാക്കുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് ജാസിയെ ഞാൻ ഇത്രയും നാളത്തെ പരിചയത്തിൽ വെച്ചിട്ട് എനിക്ക് ജാസിയെ കാണുമ്പോൾ എന്നെ പോലെ തന്നെയാണ് തോന്നുന്നത്. എനിക്കൊരു ഡ്രസ്സ് ഞാൻ എടുത്താൽ ഇത് എങ്ങനെ ചേരും, അങ്ങനെ ശരിക്കും ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ജാസിയും ചിന്തിക്കുന്നത്. ജാസിയുടെ ചിന്താഗതി ഒരു ആണിനെ പോലത്തെ ചിന്താഗതി അല്ല ഒരിക്കലും. എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഡ്രസ്സിനെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന, കളർഫുള്ളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള, വളയും മാലയും കമ്മലും ഒക്കെ. എനിക്ക് തന്നെ ഞാനിങ്ങനെ ജാസിയുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ജാസി ഓരോ കാര്യങ്ങളും ഇങ്ങനെ എടുത്ത് തന്നെ കാണിക്കും, ഇത് പുതിയത് വാങ്ങിയതാണ്. എനിക്ക് അന്നേരം ഭയങ്കരമായിട്ട് മനസ്സിൽ സങ്കടവും അതിനുപരി സന്തോഷവും വന്നിട്ടുണ്ട്. കാരണം ഞാനൊരു പുതിയ സാധനം വാങ്ങുമ്പോൾ എനിക്ക് എത്രമാത്രം അത് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങുന്നത്, സാരി ആണെങ്കിലും ഞാൻ അത് അണിഞ്ഞൊരുങ്ങാനുള്ള എൻ്റെ ഇഷ്ടം ആ സെയിം അത് തന്നെയാണ് ജാസിക്കുള്ളത്, ഒരു മാറ്റവും ഇല്ല. അപ്പൊ അതൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ആൾക്കാരെല്ലാം നമ്മള് കുറച്ച് അണിഞ്ഞൊരുങ്ങി കാട്ടിക്കൂട്ടുന്ന ഒരു ഷോ ആയിട്ടാണ് മനുഷ്യർ കാണുന്നത്. ഇതൊക്കെ എനിക്ക് പൊതുവേ ഞാൻ ഏത് സ്ഥലത്തേക്ക് പോകുമ്പോൾ കുറച്ച് നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകണമെന്ന് എനിക്ക് ഭയങ്കര ഒരു വാശിയുള്ള കാര്യം. അപ്പോൾ ഇവൺ ആശയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. രണ്ടുപേരും ഒരുമിച്ച് നല്ല അണിഞ്ഞൊരുങ്ങിയിട്ട് തന്നെ പോവാറ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നന്നായിട്ട് വൃത്തിയായിട്ട് പോവുക, നല്ല ഡ്രസ്സ് ധരിക്കുക, അതിനനുസരിച്ച് ഓർണമെൻറ്റ്സ് ധരിക്കുക, നമ്മളെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ പോലെ അവിടെ ആൾക്കാർ കാണുക. ഇത് ഭയങ്കര ഈവൻ ഇതിന് മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആശയാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലായിടത്തും നല്ല വെൽ ഡ്രസ്സിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. ഞാൻ ഒരു കാര്യം, ഞാൻ എപ്പോഴും ശ്രീലക്ഷ്മി ശ്രീ എൻ്റെ നല്ല ഫ്രണ്ടാണ്. അതേപോലെ രേണു ചേച്ചിയും എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. ഇവർ രണ്ടുപേരും എൻ്റെ നല്ല ഫ്രണ്ടാണ്. ഇവർ രണ്ടുപേരെയും പ്രശ്നത്തിന് നടുക്ക് നിൽക്കുന്ന ഒരു ആണിയാണ് ഗൈസ് സത്യം പറഞ്ഞാൽ ഞാൻ. അപ്പോൾ ഞാൻ പലപ്പോഴും ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ എന്തിനാണ് രേണുവിനെ പറയുന്നത് എന്നുള്ള, അല്ലെങ്കിൽ രേണു ചേച്ചി എന്തിനാണ് പ്രതികരിക്കുന്നത്, അതൊക്കെ ഞാൻ അങ്ങനെ എന്താണ് സത്യത്തിൽ എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം? സത്യത്തിൽ ഞാൻ രേണു ചേച്ചി നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ കാണുന്നില്ല, പുള്ളിക്കാരത്തെ തിരക്കൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പേഴ്സണലി മനസ്സിൽ യാതൊരു എനിക്ക് വിരോധവും ഇല്ലാത്ത ആളാണ്. രേണു ചേച്ചിക്ക് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം രേണു ചേച്ചി അങ്ങനെ ആരെയും വിരോധമായിട്ടോ ദേഷ്യം വെച്ചിരിക്കുന്ന ഒരാളൊന്നും അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം. സെയിം അതുപോലെയാണ് എനിക്കും പുള്ളിക്കാരത്തോട് യാതൊരു ദേഷ്യമില്ല. പക്ഷെ ആ സമയത്ത് ബാറിൽ ഡാൻസ് കളിക്കുന്നത് കണ്ടപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചെന്ന കൂട്ടത്തിൽ എനിക്ക് അതിനോട് താല്പര്യമില്ല ഡാൻസ് എന്ന് വെച്ചാൽ. ഞാൻ ബാർ വിത്ത് റെസ്റ്റോറൻറ്റ് ജോലി ചെയ്ത ആളാണ്. ഇന്നും എൻ്റെ കമന്റ് 5-6 വർഷമായി. ഇന്നും എൻ്റെ കമന്റ് ബോക്സിൽ, ഞാൻ നാട്ടിൽ വന്നിട്ട് 2 വർഷമായി, ബാർ വിത്ത് റെസ്റ്റോറൻറ്റിലെ വർക്ക് ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്കത് ചെയ്യേണ്ടി വന്നു. ഇന്നും എൻ്റെ കമന്റ് ബോക്സിന്റെ താഴെയും എന്നെ ട്രോളുന്നവളും ഇവള് കൈരേറി ബാറിൽ കിടന്ന് കള്ളൊഴിച്ചു കൊടുത്തവളും ഫുഡ് വിളമ്പിയവളും ആണെന്നുള്ള പേരാണ്. നാളെ രേണു ചേച്ചിയും സെയിം ഈ അവസ്ഥയാണ്. നാളെ കുറെ കാലങ്ങൾ കഴിയുമ്പോഴും പറയും, അവിടെ ബാറ് കിടന്നഴിഞ്ഞാളി, അവള് ചാടിയവള് തുള്ളിയവള്, ഇതേ പറയത്തുള്ളൂ. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അതിനോട് താല്പര്യം തോന്നിയില്ല. പുള്ളിക്കാരി ആ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് താല്പര്യം തോന്നിയില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഒരിക്കലും പുള്ളിക്കാരോട് ദേഷ്യമോ ഒന്നുമില്ല. ഇനി ഏതെങ്കിലും ഒരു പരിപാടിക്ക് ഒരു രണ്ടാളെയും കിട്ടി കഴിഞ്ഞാൽ രണ്ടാളെയും കൈ കൊടുത്ത് ആ പ്രശ്നം സോൾവ് ആക്കുന്നതായിരിക്കും ഞാൻ. പ്രശ്നം എനിക്കില്ല. ഇപ്പൊ രേണു ചേച്ചി വന്നാലും രേണു ചേച്ചി എന്നോട് മിണ്ടിയില്ലെങ്കിലും ഞാൻ കയറി മിണ്ടും. എന്റെ സ്വഭാവം അതാണ്. ഇപ്പൊ ജാസിയോടാണെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞു, അല്ലെ ജാസി എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിലും എനിക്ക് ഒരിക്കലും അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുന്ന ഒരാളൊന്നും അല്ല. ഞാൻ കയറി മിണ്ടും. ഇനിയിപ്പം ഞാൻ മിണ്ടിയിട്ട് എന്നോട് മിണ്ടാതെ പോയാലും എനിക്ക് വിഷയമില്ല, പക്ഷെ ഞാൻ മിണ്ടും. കുശുമ്പാണ്, അവളെ പോലെ വളരാനാണ്. ഒരിക്കലും ഒരാളെ പോലും ആവാനോ ഒരാളെ പോലെ വളരാനോ പറ്റില്ല. ഞാൻ എൻ്റെതായ രീതിയിൽ കഷ്ടപ്പെട്ട് കയറി വന്നാലേ എനിക്ക് വളരാനോ അല്ലെ രക്ഷപ്പെടാനോ പറ്റുള്ളൂ. ഒരിക്കലും രേണു ചേച്ചിയെ കണ്ടിട്ട് എനിക്ക് രേണു ചേച്ചിയെ പോലെ ആവാനോ, എന്നെ കണ്ട് രേണു ചേച്ചിക്ക് എന്നെ പോലെ ആവാനോ, അല്ലെ ജാസിയെ കണ്ട് എനിക്ക് ജാസിയെ പോലെ ആവാനോ, ജാസിക്ക് എന്നെ പോലെ ആവാനോ ഒന്നും കഴിയില്ല. എല്ലാവർക്കും അവരവരുടേതായ ഒരു രീതിയിൽ പോകാനേ പറ്റുള്ളൂ. നമ്മൾ ഇത്ര രേണു ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. ഇപ്പം രേണു ചേച്ചി കുറെ ആൽബങ്ങളും കാര്യങ്ങളും ഇപ്പൊ ചോദിക്കും, നീ എന്താ അന്ന് രേണു ആയിരുന്നല്ലോ. ഞാൻ രേണു എന്നും വിളിക്കാറുണ്ട്, രേണു ചേച്ചിന്നും വിളിക്കാറുണ്ട് കേട്ടോ, അതിനി ഒരു കാര്യമാക്കണ്ട. അപ്പം രേണു കുറേ ഷോർട്ട് ഫിലിംസും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അഭിനയം എല്ലാവരും കുറേ കുറ്റം പറയുന്നു, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സപ്പോർട്ടുമായിട്ടുണ്ട്. ജാസിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പേഴ്സണലി രേണു ചേച്ചി എൻ്റെ നല്ലൊരു സുഹൃത്താണ്, പാവാണ് ആള്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ആളെ. ചേച്ചിന് ഭയങ്കര കാര്യമാണ്.
ആൾ അഭിനയത്തിനോട് ചോദിച്ചാൽ ഇപ്പം നമ്മളെല്ലാവരും എല്ലാം പഠിച്ചിട്ടോ തികഞ്ഞിട്ടോ അല്ലല്ലോ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് എത്തുന്നത്. ഈവൻ നമുക്ക് കുറേ പോരായ്മകൾ ഉണ്ടാവും. പോകെ പോകെ നമുക്കതങ്ങ് മാറി നല്ലൊരു ആർട്ടിസ്റ്റ് ആവുക അല്ലെങ്കിൽ നല്ലൊരു അഭിനേത്രി ആവുക എന്നുള്ളതാണ്. പിന്നെ രേണു ചേച്ചി ചെയ്യുന്ന ആൽബങ്ങളൊക്കെ എനിക്ക് തോന്നിയിരിക്കുന്നത് എല്ലാം ഒരു നോർമൽ ആൽബങ്ങളാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു എഫേർട്ടിൽ ചേച്ചി കൊടുക്കാൻ പറ്റുന്ന അത്തരം ചേച്ചി കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ചേച്ചിനെ ആൾക്കാരെ കളിയാക്കുന്നത് ഇങ്ങനെ അങ്ങനത്തെ മുഖമാണ് ഇങ്ങനത്തെ മുഖം എന്നൊക്കെ പേഴ്സണലി കളിയാക്കുമ്പോൾ എനിക്ക് പേഴ്സണലി വിഷമം തോന്നാറുണ്ട്. കാരണം എനിക്ക് ഇനിയിപ്പോൾ അത് രേണു ചേച്ചി മാത്രമല്ല, പേഴ്സണലി പല ആൾക്കാരും ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ നിറം അല്ലെങ്കിൽ അവരെ പല രീതിയിൽ അവരെ ട്രോളുന്നത് കാണുമ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്ന വ്യക്തിയാണ്. അത് എന്നെ ഒരുപാട് പേര് അങ്ങനെ കളിയാക്കുമ്പോൾ എനിക്ക് തോന്നുന്ന അതേ ഒരു ഫീലിങ്സ് അവർക്ക് തോന്നില്ല എന്നൊരു വിഷമം എനിക്ക് മനസ്സിനുള്ളിൽ എപ്പോഴും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും അവരെ ഹാപ്പിനെസ്സിന് വിട്ടു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അവര് സുന്ദരിയാണ്, നല്ല കളറാണ്. ഈ ട്രോളുന്ന പോലോ അവർ ഓരോരുത്തരോരോന്ന് പറയുന്ന പോലെ ഒന്നും ഇല്ല. ശരിക്കും അവരെ അതേപോലെ ഞാൻ ഇപ്പൊ അടുത്ത് കണ്ട ഒരു ഇൻസ്റ്റയിലേറ്റവും ഞാനിങ്ങനെ ട്രോൾ ചെയ്യുന്നത് എനിക്ക് ആരോ അയച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. ആള് പറയുന്നത് എന്നെയും ആഷിനെയും കുറിച്ചാണ്. വളരെ മോശമായിട്ടാണ് ആള് പറയുന്നത്. പക്ഷെ ആ പറയുന്ന ആളുടെ മുഖം ഭയങ്കര വികൃതാണ്. എന്തോ പ്രശ്നമായിട്ട് മുഖം സർജറി ഒക്കെ ചെയ്തിട്ട് അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അയാൾ ഇരുന്നിട്ട് ഇങ്ങനെ പറയാണ്, എന്നെ ആഷിനെ ഇങ്ങനെ കുറ്റം പറയാണ്. അപ്പൊ ഞാൻ പറയും ഇയാൾക്ക് എന്ത് മൈൻഡാണ് അയാൾക്ക് എന്ന് ഞാൻ ചോദിക്കുന്നത്. കാരണം അയാൾക്ക് കുറേ മറക്കാണ്ട് ഒരു 2 കൈയില്ലാത്ത ആള് ഒരു കൈയുള്ള ആളെ ഇതിനെ കുറ്റം പറയുന്ന രീതിയിലാണ് എനിക്ക് സത്യമാണ് ഫീൽ ചെയ്തത്. അയാളെ മുഖം ഭയങ്കര ഇങ്ങനെ കോടി ഇവിടെ സ്റ്റിച്ചൊക്കെ ചെയ്ത് ഭയങ്കര ഒരു മുഖം. അയാള് കുറ്റം പറയുന്നത് എന്നെ ആഷിനെ. അപ്പൊ ഞാൻ എന്താണ് അയാളൊക്കെ മൈൻഡ് എന്താന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇവർക്ക് ചിലപ്പോൾ ഒരു വരുമാന മാർഗം ഇതായിരിക്കും, നമ്മളെ ട്രോളിയിട്ട് അവര് ഇങ്ങനെ. അതെ, എന്നെ ട്രോളിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ആദ്യം പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതി എന്നെ ട്രോളിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഒരിക്കലും ഈ സമൂഹത്തെ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ ഇത്രത്തോളം നെഗറ്റീവ് ഏറ്റുവാങ്ങേണ്ട ആൾക്കാരല്ല. നമ്മളെക്കാട്ടിയും നെഗറ്റീവ് ഉള്ള ആൾക്കാർ പോസിറ്റീവ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ ഒരു തരത്തിലും എവിടെ പ്രശ്നം ഉണ്ടാക്കാത്ത നമ്മൾ നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് മാറ്റുന്നത് ഈ ട്രോളന്മാരാണ്. ഈ പല ട്രോളന്മാർ നമ്മൾ അങ്ങനത്തെ ആൾക്കാരാണ്, നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരാണ്, നമ്മൾ അങ്ങനത്തെ ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതാണെന്ന് പറഞ്ഞ് ഈ കാണുന്ന ആൾക്കാർക്ക് ഓഡിയൻസിന്റെ ഉള്ളിലേക്ക് ഒരു വിഷം ഇട്ട് കൊടുക്കുന്നതാണ്. അവർ പോലും നമ്മളെ ആ ഒരു കണ്ണിലൂടെ കാണുന്നതും നമുക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി വരുന്നതും. സത്യം പറഞ്ഞാൽ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ള ആൾക്കാരെ ഞാൻ പേഴ്സണലി ഒരുപാട് പേരെ എനിക്കറിയാം. ഇവരൊക്കെ ഈ റിയൽ ലൈഫിൽ ഭയങ്കര പാവങ്ങളാണ്. ഭയങ്കര പാവം എന്ന് പറഞ്ഞാൽ ഭയങ്കര പാവം. ഈവൻ ഇപ്പം രാവണൻ, അതേപോലെ ശ്രുതി, അതേപോലെ കീക്കി, അങ്ങനെ ഒരുപാട് പേര് എനിക്കിപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരുപാട് പേർക്ക് നെഗറ്റീവാണ്. ഇവരൊക്കെ ഭയങ്കര നെഗറ്റീവാണ്. ഈവൻ ശ്രീ അടക്കം എൻ്റെ നല്ല ഫ്രണ്ടാണ്. ശ്രീ അടക്കം ആൾക്കാർ വേശി അല്ലെങ്കിൽ മറ്റത് മറിച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവരൊക്കെ റിയൽ ലൈഫ് കാണുന്ന വ്യക്തികളാണ്. ഒരു തരത്തിലും അങ്ങനെ ഒരു പരിപാടിക്ക് പോകാത്തത് അല്ലെങ്കിൽ അത്തരം നെഗറ്റീവ് ചിന്തിക്കാത്ത ആൾക്കാരെ അടക്കം ഇത്രയും നെഗറ്റീവായിട്ട്, ഇവൻ എന്നെ അടക്കം ഇത്രയും നെഗറ്റീവായിട്ട് ആൾക്കാർ ഇമ്പാക്റ്റ് എടുക്കുന്നത് ഇത്തരം ട്രോൾ ചെയ്യുന്ന ആൾക്കാരെ ട്രോളിലൂടെയാണ് അല്ലേ. ബിഗ് ബോസിൽ അങ്ങനെ തന്നെയാണ്. ഒരാളെ നല്ലതാക്കാനും ചീത്താക്കാനും അല്ലെങ്കിൽ ഒരാളെ ഉയർത്താനും താഴ്ത്തു വിടാനും ഒക്കെ പറ്റുന്നത് കാണുന്ന പ്രേക്ഷകർക്കാണ്. അവരാണ് വിലയിരുത്തുന്നത്. ഇത്തരം ഈ ആൾക്കാർക്ക് വിലയിരുത്താൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത്തരം കുറേ മനസ്സാക്ഷിയില്ലാത്ത പച്ചമാംസം കഴിക്കുന്ന കുറെ ട്രോളന്മാരാണ്. ഞാൻ ഒരാളെയും പേരെടുത്ത് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്നെ ട്രോളുന്ന ആൾക്കാരെ ഞാൻ ഒരിക്കലും ഇനി അവരുടെ പേര് പറയത്തില്ല, അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് ഞാൻ പ്രതികരിക്കില്ല. കാരണം അവർക്കത് അവർ റീച്ചാണ്. അവർ നമ്മളെ കുറിച്ച് പറഞ്ഞോട്ടെ, നെഗറ്റീവോ പോസിറ്റീവോ, അത് നമ്മള് മാവുള്ള ഒരു കുറേ മാവങ്ങളുള്ള ഒരു മാവിലാണ് ആകെ കല്ലറിയുള്ളൂ. അപ്പൊ അവർ എന്ത് പറഞ്ഞത് നമ്മൾക്കാണ് റീച്ച്. നെഗറ്റീവോ പബ്ലിസിറ്റി, നെഗറ്റീവോ അല്ലെങ്കിൽ പോസിറ്റീവോ നമ്മൾക്കാണ് റീച്ച്. നമ്മൾ എന്തിനാ വെറുതെ അവരുടെ റീച്ച് ആയി കൊടുക്കുന്നത്? അവരവിടെ കിടക്കട്ടെ. നമ്മൾ പറഞ്ഞ് കുറേ കഴിയുമ്പോൾ അവരങ്ങ് നിർത്തിക്കോളും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഞാൻ എപ്പോഴും റൂമിൽ ഇരിക്കുന്ന ഒരാള്, ജാസിക്ക് എന്നെ പരിചയപ്പെട്ടു. എനിക്ക് എപ്പോഴും റൂമിലിരിക്കണം, ഫ്രണ്ട്സ് പോലും ഇല്ല. കൊച്ചി വന്നിട്ട് 2 വർഷമാവുന്നു, എനിക്കൊരു കൂട്ടുകാർ പോലും ഇല്ല. ഇപ്പം ആകെയുള്ള ജാസി, ആഷി, അങ്ങനെ കരീഷ്മ, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ എനിക്ക്. ഞാൻ വേശി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ വിഷമമുണ്ട്. ഞാൻ എങ്ങും പോവാതെ റൂമിനകത്ത് ഇരിക്കുന്നത് ഞാനിങ്ങനെ ഈ വേശിയാവുന്നേ. അതോ ഫോട്ടോസും വീഡിയോസും കണ്ടിട്ട് പറയുന്നതാണ് ഇവള് വേശിയാണ്. ഇത് ഇപ്പൊ ശ്രീ ഒരു ഫോട്ടോസ് ഇടുന്നെങ്കിൽ ആ ഫോട്ടോസ് എടുത്ത് അത് ഇവള് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ട്രോളന്മാരാണല്ലോ നമുക്ക് പേര് ചാർത്തി തരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ആക്കി തരുന്നത് ഇവരാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബെസ്റ്റ് ഫ്രണ്ട്സ് ഇപ്പോൾ പറഞ്ഞല്ലോ, പിന്നെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ എന്ന്. ഏറ്റവും കൂടുതൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സ് ആരാണ് ഇപ്പോൾ?
എനിക്ക് അങ്ങനെ ഇന്ന് വരെ ഇല്ല മനസ്സ് തുറന്ന് സംസാരിക്കാൻ. എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല, ഫ്രണ്ട് എന്ന് ആരും ഇല്ല, ഇന്ന് വരെ ഇല്ല. ഈ നിമിഷം വരെ എനിക്ക് അങ്ങനെ ഒരാളില്ല. എല്ലാവരോടും കൂട്ടുകൂടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അതൊരു പരിധിയില്ല, അതിനപ്പുറം എനിക്ക് അങ്ങനെയില്ല. ഇനി ഇപ്പോഴാണ് ജാസിയൊക്കെ കൂടെ വന്നപ്പോൾ എനിക്ക് ജാസി നല്ലൊരു ഫ്രണ്ടാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കരഞ്ഞിട്ടുണ്ട് ജാസിയോട്, എൻ്റെ കഥകളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് ജാസിയോട്. എനിക്ക് ജാസി സമാധാന വാക്കുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നീ ടെൻഷൻ അടിക്കണ്ട, വിഷമിക്കണ്ട, മുന്നോട്ട് പോകണം, ഇനി നല്ലപോലെ ജീവിക്കണമെന്ന് പറഞ്ഞു തന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഉള്ളു തുറന്ന് പറഞ്ഞ് കരഞ്ഞത് ജാസിയുടെ അടുത്താണ്. ആഷിയും ജാസിയും പ്രണയത്തിലായിട്ട് 6-7 വർഷമായല്ലോ. ഞങ്ങൾ അത് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, കുറേ ആൾക്കൊക്കെ തെറ്റിദ്ധാരണ. ഞങ്ങള് പരസ്പരം ഫ്രണ്ട്സ് ആയിട്ട് 9 വർഷമായി, ഫ്രണ്ട്സ് ആയിട്ട് കേട്ടോ. ഇന്നത്തെ ഈ വർഷം വരുമ്പോൾ 9 വർഷമായി ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് ഫ്രണ്ട്സ് ആയിട്ട്. പക്ഷേ ഞങ്ങൾ റിലേഷൻ തുറന്ന് പറഞ്ഞ് ഞങ്ങൾ റിലേഷനായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷമായിട്ടുള്ളൂ. അത് ആൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടതെന്നാണ്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ക്ലിയർ ആക്കിയത്. അപ്പൊ ഈ കേരളക്കര മൊത്തം ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്ന ആഷി ജാസി കല്യാണം, അത് പേഴ്സണലി എവിടെ പോയാലും ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ജാസി നിങ്ങളെ കല്യാണം എന്താ, നിങ്ങളെ കല്യാണം ഞങ്ങളെ വിളിക്കില്ലേ? ഈ കേരളം മുഴുവൻ ഉറ്റു നോക്കുന്ന ഒരു വലിയ കല്യാണമാണ് ജാസി ആഷി കല്യാണം. പൊതുവെ ഇപ്പോൾ ഒരു ഇതില് ഈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഒന്നെങ്കിൽ പെൺകുട്ടി ആയിരിക്കും ഇൻഫ്ലുവൻസർ, അല്ലെങ്കിൽ ആൺകുട്ടി ആയിരിക്കും ഇൻഫ്ലുവൻസർ. ഇത് ഞങ്ങൾ രണ്ടുപേരും ഇൻഫ്ലുവൻസേഴ്സാണ്, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കത്തി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യം, ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം, ആ ഒരു കല്യാണ വേദിയിൽ കല്യാണ ഡ്രസ്സൊക്കെ ഇട്ട് എന്നെ ആഷിനും കാണാൻ ഒരുപാട് പേര് കൊതിക്കുന്നൊരു സംഭവമാണ്. എവിടെ പോയാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയത്, ഇവൻ എവിടെ പോകണമെങ്കിലും. അപ്പോൾ കല്യാണം നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ ഉടനെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇപ്പം ബിഗ് ബോസിൽ പോയ കുറച്ച് ആൾക്കാരൊക്കെ വരട്ടെ, എല്ലാവരും നിന്നിട്ട് നല്ലൊരു കല്യാണമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഡേറ്റ് ഒന്നും കണ്ടിട്ടില്ല, ഇങ്ങനെ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കല്യാണത്തിന് സംസാരങ്ങൾ. അതേപോലെ ഈവൻ നമുക്ക് എന്താ പറയുക, ഈ എവിടെ വെച്ചിട്ടാണ് എവിടെ വെച്ചിട്ടാണ് നമ്മൾ കല്യാണം നടത്തേണ്ടത്, അല്ലെ എങ്ങനെയാണ് നമ്മൾ കല്യാണത്തിൽ ഫുഡും കാര്യങ്ങളും അതും, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ സർവീസും വേണം, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇപ്പോൾ ഒരുപാട് ടീംസ് നമ്മളെ സപ്പോർട്ട് നമ്മൾ നിർത്തിക്ക് വരുന്നുണ്ട്, നമ്മളോട് സംസാരിക്കുന്നുണ്ട്, നമ്മൾ അതും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഓൾറെഡി എവിടെ വെച്ചിട്ടാണ് കല്യാണം നടത്തേണ്ടത് എന്നുള്ള സ്ഥലം, അതേപോലെ എന്തൊക്കെയാണ് നമ്മളെ കല്യാണത്തിന് നമ്മൾ വരുന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്യേണ്ടത്, അതൊക്കെ സംസാരിക്കാൻ ഒരുപാട് പേര് നമ്മളെ സമീപിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മളിങ്ങനെ ഓരോരുത്തർ കാര്യങ്ങൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ എന്ത് ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം അന്ന് നമ്മൾ ഒരുങ്ങേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെയും കുറേ ചർച്ചകൾ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അടുത്ത എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഡേറ്റ് വെക്കുമ്പോൾ ആ ഡേറ്റിലൊക്കെ ഓരോരുത്തരുടെ കല്യാണങ്ങളും ഫംഗ്ഷൻസ് വരുന്നതുകൊണ്ടാണ് നമ്മുടെ ഫംഗ്ഷൻസ് ഇങ്ങനെ ഇതാകുന്നത്. പിന്നെ തോന്നി എല്ലാവരും ഒന്ന് എന്നെ എത്തിയിട്ട്, കാരണം ദുബായിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരെ ടൈം നോക്കണം, അവരെ ഫ്രീ ടൈം നോക്കണം, പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം ഈ കല്യാണം വെക്കുമ്പോഴും നമ്മൾ ഫ്രണ്ട്സിനെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഫാമിലീസിൽ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഫംഗ്ഷൻ പോലെ വെക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളത്. എന്തായാലും വലിയൊരു കല്യാണമായിരിക്കും അത്, കേരളത്തിലെ എല്ലാം വലിയൊരു കല്യാണമായിരിക്കും, എല്ലാവരും പങ്കെടുപ്പിച്ച് നല്ലൊരു കല്യാണം. അതായത് കുറേ ദിവസം ഒന്നും ഇല്ലാണ്ട് ഒറ്റ ദിവസത്തിൽ നല്ലൊരു ഗ്രാൻഡ് ഫംഗ്ഷൻ വെച്ച് എല്ലാവരെയും ഒന്ന് എന്താ പറയുക വന്ന് ഒന്ന് അനുഗ്രഹിച്ച് തരണം എന്നുള്ള രീതി അത്രയേ ഉള്ളൂ. അല്ലാണ്ട് കുറേ ദിവസത്തെ കല്യാണം അങ്ങനെയൊന്നുമില്ല, ഒറ്റ ദിവസത്തെ ഒരു അടിപൊളി കല്യാണം. കല്യാണമൊക്കെ കഴിഞ്ഞ് ഹണിമൂൺ എങ്ങോട്ടായിരിക്കും? ആദ്യം ഒന്ന് കല്യാണം കഴിയട്ടെ. ആഷി പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം അടുത്ത്, എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഒരു റഷി എന്ന് പറഞ്ഞിട്ട്, അവളെ ചെക്കൻ ഇപ്പം അടുത്ത് പറഞ്ഞു, ആഷിയുടെ ആ ഒരു ഡയലോഗ് കണ്ട് ഞാൻ കുറേ ചിരിച്ചിരുന്നു. കാരണം എന്നാ നിങ്ങളെ കല്യാണം എന്ന് വെച്ചപ്പോൾ ഈ ആൾക്കാർ ചോദിക്കില്ല, നമ്മൾ ഓൺലൈൻ മീഡിയസ് ചോദിക്കില്ല, ജാസി ആഷി നിങ്ങളെ കല്യാണം എന്നാണ്. അപ്പോൾ ആഷി പറഞ്ഞു ആദ്യം ഞങ്ങളെ ഹണിമൂൺ എവിടെ വെച്ചിട്ടാണെന്ന്. അപ്പോൾ ആഷി പറഞ്ഞു ആദ്യം ഞങ്ങളെ കല്യാണം എന്ന് കേട്ടത് ഹണിമൂണെന്ന്. ഞങ്ങൾക്ക് എന്നും ഹണിമൂൺ തന്നെയാണ് ഒരു കണക്കിന്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഒട്ടുമിക്ക ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും പോയി കണ്ടിട്ടുണ്ട്. ഇവൻ ആഷിയാണെങ്കിൽ, ഞാൻ പണ്ട് ഇതേപോലെ ഞാൻ ഒരു സാധാരണ വീട്ടിൽ വളർന്നൊരു കുട്ടിയാണ്. ഒരുപാട് സ്വപ്നങ്ങളൊന്നും കാണാൻ ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ആളല്ലായിരുന്നു ഞാൻ. എൻ്റെ 10th കഴിഞ്ഞ് ഞാൻ തന്നെ ജോലിക്ക് പോയി കുട്ടികളെ പഠിപ്പിച്ച്, അതായത് നമ്മളെ താഴ്ന്ന കുട്ടികളെ ട്യൂഷൻ എടുക്കാൻ വേണ്ടി പോയിട്ടൊക്കെയാണ് ഞാൻ, പിന്നെ അമ്മ വീട്ടു ജോലിക്കൊക്കെ പോയിട്ടൊക്കെയാണ് ഞങ്ങൾ കുടുംബം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കൂളിലൊക്കെ ഒരു ടൂറ് പോകണം എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒരു 1000 രൂപ 2000 രൂപ അല്ലെങ്കിൽ ഒരു 800 രൂപ ആണെങ്കിൽ പോലും അന്ന് നമുക്ക്, എൻ്റെ ഉപ്പ ടാക്സി ഡ്രൈവറാണ്. അപ്പോൾ സാധാരണ എൻ്റെ ഉപ്പ ടാക്സി ഓടെ കിട്ടുന്ന വളരെ തുച്ഛമായ വരുമാനത്തിൽ നമ്മൾ ഇത്രയും ആൾക്കാർ കഴിയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ടൂറ് അല്ലെങ്കിൽ ഒരു സ്ഥലം കാണാൻ പോകുന്നതൊക്കെ സ്വപ്നങ്ങൾ മാത്രമാണ്. ഞാൻ എവിടെയും പോയിട്ടില്ല. ഈവൻ ആഷിനെ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ആകെ പോയത് പിന്നെ ദുബായിലാണ്. ദുബായ് പോയിട്ടാണ് പിന്നെ ആഷിനെ പരിചയപ്പെട്ട ശേഷമാണ് ഞാൻ കുറേ സ്ഥലങ്ങൾ പോയി കാണുന്നത്. ഇപ്പോഴും ഞാൻ പോയി കാണാത്ത സ്ഥലമാണ് ഗോവ.
ഗോവ ഇതുവരെ പോയിട്ടില്ല. അതേപോലെ ഡൽഹി ഭയങ്കര ആഗ്രഹമായിരുന്നു താജ്മഹൽ പോയി കാണണമെന്ന്. അത് പോയി കണ്ടു. പോയി കണ്ടു. പിന്നെ അതേപോലെ ഞാൻ മൂന്നാർ, ഊട്ടി, കൊടൈക്കനാൽ അതേപോലെ സ്ഥലങ്ങൾ. പിന്നെ പുറത്ത് ഈ നമ്മുടെ തായ്ലാൻഡ്, അതേപോലെ ഉസ്ബെക്കിസ്ഥാനോ അങ്ങനെ എന്തോ സ്ഥലം, അതേപോലെ അസർബൈജാൻ, ഇതൊക്കെ ദുബായിൽ നിന്ന് ഞങ്ങൾ പോയതാട്ടോ. അസർബൈജാൻ, ഒമാന്, അതൊക്കെ ഞാൻ ആഷിൻ്റെ കൂടിയതിന് ശേഷമാണ് ഞങ്ങൾ. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര പോകുന്നത്. ഇപ്പോൾ കുറച്ച് ടെൻഷൻസ് ഉണ്ട് അല്ലെങ്കിൽ മൈൻഡൊന്നും ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പോയിട്ട് ചില്ലായിട്ട് വരാം. അപ്പം അങ്ങനെ കുറേ യാത്രകൾ പിന്നെ അതിന് ശേഷം പോയത് ആഷി കൂടെ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ നമ്മുടെ പൊന്നു സഹി ജാസിയുടെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. ഒപ്പം എൻ്റെ വിശേഷങ്ങളും ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഒപ്പം ജാസിക്കും താങ്ക് യു.